ഒരു സമയത്തുണ്ടല്ലോ എന്തൊക്കെ ചെയ്തിട്ടും പിടിക്കാതിരുന്ന ഒരു ചെടിയായിരുന്നു ഈ പെറ്റൂനിയ എന്ന് പറയുന്നത്. പലയിടത്തു നിന്നൊക്കെ കുറെ കമ്പ് കൊണ്ട് വെച്ച് നോക്കി, തൈ വെച്ച് നോക്കി, എന്നിട്ടും ഒരു ഗുണം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം നമ്മൾ ഒരു ട്രിക്ക് കണ്ടുപിടിച്ചു ഇത് എങ്ങനെ നടണം എന്നുള്ളത്. ഇപ്പം കണ്ടില്ല, ഇഷ്ടം പോലെ പോട്ടിൽ ഇഷ്ടം പോലെ പെറ്റൂനിയാണ് നിൽക്കുന്നത്. അപ്പം എന്താ ചെയ്തതെന്നാണ് ഞാൻ ഇനി കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഈ പെറ്റൂനിയ വളരുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ തളിരെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ. സാധാരണ നമ്മൾ ചെടികൾ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നല്ല മൂത്തോ നോക്കിയാണല്ലോ ഒടിച്ചെടുക്കാറ്. പിന്നെ ഈ കാണുന്ന ചെടി ഉണ്ടല്ലോ ഇതിന് കുറച്ച് വലിപ്പം കൂടുതൽ തോന്നില്ലേ? ഇത് നമ്മൾ കടലപ്പിണ്ണാക്ക് ഒഴിച്ചു കൊടുത്ത ഒന്നാണ് കേട്ടോ. ഈ ഒരു പോട്ടിൽ മാത്രമായിട്ടൊന്ന് കടലപ്പിണ്ണാക്ക് ഒഴിച്ചു കൊടുത്തത് എന്തിനാണെന്നറിയാമോ? പെറ്റൂനിയക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവുമെന്ന് നമുക്കറിയണ്ടേ. ഏതായാലും വിചാരിച്ച പോലെ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരെണ്ണം നല്ല തിന്നായിട്ട്, ഒരെണ്ണം നല്ല തിക്കായിട്ട് നിൽക്കുന്നു. ഈ തിക്കായിട്ട് നിൽക്കുന്നതിലാണ് നമ്മൾ ഈ കടലപ്പിണ്ണാക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ കടലപ്പിണ്ണാക്കിൻ്റെ ഒരു പവർന്ന് നോക്കിക്കേ. പിന്നെ ഞാൻ 2 ചിരട്ട എടുത്തു. അതിലേക്ക് കുറച്ച് കല്ലൊക്കെ വെച്ചിട്ട് മണ്ണ്, അത് ഇച്ചിരി വെള്ളം മിക്സായ മണ്ണാണ്, ആ മണ്ണ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് പെറ്റൂനിയ അതിലേക്ക് നട്ടു കൊടുക്കും. വേരൊന്ന് പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ വേറെ പോട്ടിലേക്ക് മാറ്റി കൊടുത്താൽ മതി. ഇങ്ങനെയാണ് ഞാൻ സാധാരണ വീട്ടിൽ പെറ്റൂനിയ പിടിപ്പിച്ചെടുക്കാറ്. അങ്ങനെ നട്ടെടുത്ത കുറേ പെറ്റൂനിയകൾ വേറെ നിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ചിരട്ടയിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പെറ്റൂനിയ മാറ്റി നട്ടിരിക്കുന്നത്. ഇതിപ്പം പെറ്റൂനിയ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മിറ്റം നിറച്ചും പെറ്റൂനിയ തന്നെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നിങ്ങളുടെ മുറ്റവും നിറയെ പെറ്റൂനിയ ആവട്ടെ.